നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 1 വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 രാശിക്കാർക്കും എങ്ങനെയാണ് എന്ന ഈ വീഡിയോയിലൂടെ ഞാൻ അവതരിപ്പിക്കുന്നത്. ഓഗസ്റ്റ് 1-ാം തീയതി രാവിലെ ശുക്രൻ കന്നി രാശിയിലേക്ക് മാറുന്നു. ശുക്രൻ്റെ നീച രാശിയാണ് കന്നി രാശി. അതുപോലെ 27-ാം തീയതി പുലർച്ചെ 1:25 മുതൽ ശനി വക്രഗതി ആരംഭിക്കുന്നു. 138 ദിവസങ്ങൾ, അതായത് 2026 ഡിസംബർ 11 വരെ ഈ വക്രസഞ്ചാരം തുടരും. പാപഗ്രഹങ്ങൾ വക്രഗതിയിലാകുമ്പോൾ പൊതുവെ ദോഷഫലങ്ങൾ കുറയും എന്നാണ് പറയുന്നത്. എന്നാൽ ദോഷഫലങ്ങൾ കുറയും എന്നത് ഏതു രാശിയിൽ ഓരോ കൂറുകാർക്കും എങ്ങനെ നിൽക്കുന്നു എന്ന് അടിസ്ഥാനപ്പെടുത്തിയാണ്. ഏഴരശനിയോ കണ്ടകശനിയോ അഷ്ടമശനിയോ ജന്മശനിയോ ഒക്കെ ഉള്ളവർക്ക്, അല്ലെങ്കിൽ ശനിദശയിൽ ദോഷത്തിൻ്റെ കാഠിന്യമുള്ളവർക്ക് ആ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കാം. അതുപോലെ പുറകോട്ട് സഞ്ചരിക്കുമ്പോൾ, വക്രഗതി സഞ്ചരിക്കുമ്പോൾ ശനി ഗുണവാനായിട്ടാണ് ഏതെങ്കിലുമൊക്കെ രാശിക്കാർക്ക് നിൽക്കുന്നതെങ്കിൽ ആ ഗുണത്തിൽ അല്പം കുറവ് വരികയും ചെയ്യാം. എന്തായാലും വക്രഗതി 138 ദിവസങ്ങളുണ്ട്. തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്നു. ആദ്യം മേടക്കൂർ, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ഗുരു കാരണവസ്ഥാനത്തുള്ളവരുടെ അനുഗ്രഹം നേടുന്ന ചില കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിക്കും. ഗുരു കാരണവന്മാരുടെ അനുഗ്രഹം ലഭിക്കുകയോ അല്ലെങ്കിൽ പിതാവിൽ നിന്ന് ആനുകൂല്യങ്ങൾ, സാമ്പത്തിക ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും കിട്ടുകയോ ചെയ്യാം. പിതാവിന് ശാരീരികമായ അവശതയോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിലും തറവാട് ഭാഗം വയ്ക്കലോ പിതൃസ്വത്ത് ലഭിക്കലോ അല്ലെങ്കിൽ പിതൃസ്വത്ത് ലഭിക്കുന്നതുമായി സന്തോഷകരമായ വാർത്തകൾ കേൾക്കുകയോ ചെയ്യാം ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. ഇതൊന്നുമല്ലെങ്കിൽ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ അവർ പ്രവർത്തിക്കുന്ന മേഖലയിൽ അവരുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന വ്യക്തികൾ, മേലധികാരികൾ, സർക്കാർ ഇവരുമായി ബന്ധപ്പെട്ടൊക്കെ ചില അനുകൂലമായ ഗുണങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. സാമ്പത്തിക നേട്ടത്തേക്കാൾ കൂടുതൽ ഉന്നത പഠനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കൽ, അതുപോലെ തന്നെ വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ജോലിയോ പഠനമോ അക്കാര്യത്തിലൊക്കെ ചില പോസിറ്റീവായ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവും. എന്നാൽ ആഴ്ചയുടെ 2-ാം പകുതിയാണ് ഇവരുടെ പ്രവർത്തന രംഗത്ത് കൂടുതൽ ഗുണവും ആഴ്ചയുടെ അവസാന ദിവസങ്ങളാണ് ഇവർക്ക് സാമ്പത്തിക നേട്ടം കൂടുതലായി ഉണ്ടാവുകയും ചെയ്യുന്നത്. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ സാമ്പത്തിക നേട്ടം മാത്രമല്ല, ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കൽ, വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ അനുകൂലമായ ചില നീക്കങ്ങൾ ഉണ്ടാവുക, ബന്ധങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ആവലാതികളോ ഉണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരമുണ്ടാകുന്ന ഒരവസ്ഥയും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ കാണുന്നു. ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുക, ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോവുക, സാമ്പത്തിക നേട്ടം ഉണ്ടാവുക, വിജയമുണ്ടാവുക പ്രവർത്തനങ്ങളിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ നടക്കുന്നു. ആഴ്ചയുടെ അവസാന 2 ദിവസങ്ങൾ ജ്യേഷ്ഠ സഹോദരന്മാർക്കോ കാരണവസ്ഥാനത്തുള്ളവർക്കോ ചിലപ്പോൾ ശാരീരികമായ അവശതയുണ്ടാകാം. വാദസംബന്ധമായ രോഗങ്ങൾ ഉള്ളവർക്കാണെങ്കിൽ അത് മൂർച്ഛിക്കാൻ ഇടയുണ്ട്. അല്ലെങ്കിൽ അവർക്ക് മറ്റേതെങ്കിലും വിധത്തിലുള്ള മാനസിക വൈഷമ്യങ്ങളോ വിഷാദ രോഗമോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം മാതാവിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മാതൃ തറവാട്ടിൽ നിന്നോ പോലും സ്വത്ത് കിട്ടുവാനൊക്കെ സാധ്യതയുണ്ട്. വാഹനവുമായി ബന്ധപ്പെട്ട് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ചില വാർത്തകൾ കേൾക്കാം. ചിലപ്പോൾ പുതിയ വാഹനം വാങ്ങാനുള്ള തീരുമാനമുണ്ടാവും. അല്ലെങ്കിൽ അതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ മാറ്റി വാഹനം നല്ല ഫ്രഷായി പുറത്തിറക്കാനുള്ള സാധ്യതയുണ്ട്. വീടിൻ്റെയും ആന്തരിക ഭാവങ്ങളൊക്കെ സൗന്ദര്യവത്കരിക്കാൻ സാധിക്കുന്നൊരവസ്ഥ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം, മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം രോഗാവസ്ഥകൾ വരാൻ സാധ്യത കൂടുതലും അവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ മാനസിക വിഷമങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത, ഒരു കാരണവുമില്ലാതെ ചിലപ്പോൾ ആശങ്കപ്പെടാനുള്ള സാധ്യത, മനസ്സ് അതിനൊക്കെ സാധ്യതയുണ്ട്. മനസ്സിൻ്റെ ആശങ്കപ്പെടൽ ചിലപ്പോൾ ത്വക്ക് സംബന്ധമായോ അലർജി സംബന്ധമായോ ചില അസുഖങ്ങളായി പുറമേക്ക് വരാനും സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 28 രാത്രി 7:30 ശേഷം 7:50 കഴിഞ്ഞ്, 28 രാത്രി 7:50 കഴിഞ്ഞ് 29, 30, 31 ഓഗസ്റ്റ് 1 ദിവസങ്ങൾ താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യ അര. വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന ഒരവസ്ഥ ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ ആദ്യ 2 ദിവസങ്ങൾക്ക് ശേഷം പ്രകടമായി പുറമേ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ മറ്റുള്ളവർ കാണെ ഒരു പൊലിമയുണ്ടാവുന്ന അവസ്ഥയുണ്ട്. മേലധികാരികൾ, സഹപ്രവർത്തകർ ഇവരൊക്കെ ഇവരുടെ
ജോലിയെയും പ്രവർത്തനത്തിൽ നിന്ന് ലഭിക്കുന്ന ഫലത്തെയുമൊക്കെ വളരെ ആകാംക്ഷാപൂർവ്വം വീക്ഷിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്ന ഭയം, ആശങ്ക ഇതൊക്കെ ഇവർക്ക് വിട്ടുമാറുന്നതായി കാണുന്നു. പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ, ഈ ആഴ്ചയിൽ ഈ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഏറ്റവും നല്ല വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്നതായി കാണുന്നു. തങ്ങൾക്ക് അറിയാവുന്ന മേഖലകളിൽ ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ നല്ല ഒരു വിജയം അവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ചില പുതിയ കരാറുകളിൽ ഒപ്പുവയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ തങ്ങൾ പ്രയോഗിക്കുന്ന ഭാഷ, തങ്ങളുടെ കഴിവിൻ്റെ പരമാവധിയ ക്രിയേറ്റിവിറ്റി അവർക്ക് അവരുടെ പ്രവർത്തനങ്ങളിൽ സമർപ്പിക്കാൻ സാധിക്കുന്ന അവസ്ഥ, അതുപോലെ പുതിയ ചില ആശയങ്ങളും ആവിഷ്കാരങ്ങളും തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അർപ്പിക്കാനുള്ള അവസ്ഥ, ഇതൊക്കെ ഇവർക്ക് ഒരുമിച്ചുണ്ടാകുന്നു ഈ ആഴ്ചയിൽ എന്നത് വളരെ ഫലവത്തായ ഒരു കാര്യമാണ്. അത് തങ്ങളുടെ കർമ്മമേഖലയെ കൂടുതൽ പരിപോഷിപ്പിക്കുന്നു എന്ന് വേണം ചിന്തിക്കാൻ ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ഇവർക്ക് നട്ടെല്ലിൻ്റെ ഭാഗങ്ങളിലോ അല്ലെങ്കിൽ ഉദരങ്ങളിലോ, ഉദരത്തിൻ്റെ ലോവർ അബ്ഡമിൻ ഭാഗങ്ങളിലോ എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടാകാനും അത് തുടക്ക ദിവസങ്ങളിൽ ചിലപ്പോൾ ഒരു 2-2.5 ദിവസങ്ങളോളം ഇവർക്ക് കൃത്യമായി തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പങ്കുകൊള്ളാനോ സാധിക്കാതെ വരാം. അത് പ്രവർത്തനങ്ങളിലുള്ള ഇവരുടെ കഴിവിൻ്റെ കുറവോ ഒന്നുമല്ല, മറിച്ച് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളാലാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ ഇവരെ സഹായിക്കാൻ ചില വ്യക്തികൾ കടന്നു വരുമെന്നും അപ്രതീക്ഷിതമായി ധനസഹായം ഉണ്ടാകുന്നു എന്ന് വേണം ചിന്തിക്കാൻ. സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളോ ബന്ധുക്കളോ അടുത്ത സുഹൃത്തുക്കളോ ആവാം ഇവരെ ഈ വിധത്തിൽ സഹായിക്കുക. അതുപോലെ മനസ്സ് ഏതെങ്കിലും തരത്തിൽ ഡൗണായി പിന്നോക്കാവസ്ഥയിലോട്ട് വരുന്ന ഒരവസ്ഥ ഉണ്ടായാൽ ഈ പറയുന്ന സുഹൃത്തുക്കളുടെ ഒരു ഇഞ്ചക്ഷൻ, ഈ പറയുന്ന സുഹൃത്തുക്കളുടെ ഇടപെടൽ, അവരുടെ മാനസികമായ ധൈര്യം പകരൽ, അതെല്ലാം തന്നെ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വളരെ വലിയ സഹായങ്ങൾ ചെയ്യുമെന്ന് കാണുന്നു. ചിലർക്ക് പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പഴയ ജോലിയിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളോ പ്രശ്നങ്ങളോ വൈഷമ്യങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതായും കാണുന്നു. പൊതുവെ ഗുണകരമായ അവസ്ഥ കാണുന്നുണ്ട്. ചില സൗഹാർദ്ദങ്ങൾ ഇവരെ ചിലപ്പോൾ വിമർശനങ്ങൾ കൊണ്ടും അപഹാസ്യതകൾ കൊണ്ടും തളർത്തിയിരുന്നതിന് മാറ്റം വരുന്നു. അതുപോലെ തന്നെ ആ വിമർശനങ്ങൾ തന്നെയാണ് തങ്ങളുടെ പ്രവർത്തനത്തിൽ കൂടുതൽ കരുത്തു നൽകാൻ തക്കവണ്ണം, പ്രതിരോധിക്കാൻ തക്കവണ്ണം അവർക്ക് വളർച്ചയായി മാറിയത് എന്നും ചിന്തിക്കണം. അത് ഇടവക്കൂറിന് മനസ്സിലായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ഏതായാലും പ്രവർത്തനങ്ങളിൽ വളരെ നൈപുണ്യം അതൊക്കെ കാഴ്ചവെക്കാൻ സാധിച്ചതിൻ്റെ ഫലമായി സാമ്പത്തികമായി വളരെ ഗുണങ്ങൾ വരും ആഴ്ചയിലും ഇവർക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 30-ാം തീയതി രാത്രിക്ക് ശേഷം 31 ദിവസങ്ങൾ താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ശാരീരികമായ കുറവുകൾക്ക് ഒരു പരിധിവരെ, അല്ലെങ്കിൽ തങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഉണ്ടായിരുന്ന ശാരീരിക വൈഷമ്യങ്ങൾക്ക് ഈ ആഴ്ചയിൽ ഒരു മാറ്റം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഊർജ്ജസ്വലതയും തങ്ങളുടെ കഴിവ് ഏറ്റവും നന്നായി പ്രയോഗിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള മനോധൈര്യവും ഇവർക്കുണ്ടായിട്ടുണ്ട്. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ഇവർക്ക് ചില മംഗളകർമ്മങ്ങളിൽ പങ്കുകൊള്ളേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട വ്യക്തിയുമൊത്ത് ഏറ്റവും വേണ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഇവർക്ക് യാത്ര ചെയ്യാനോ ഉല്ലാസയാത്ര നടത്തുവാനോ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഇടങ്ങളിൽ പോകുവാനോ അത്തരം സമാഗമങ്ങൾ ഉണ്ടാകുവാനോ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. വിവാഹവുമായി ബന്ധപ്പെട്ടോ പ്രണയവുമായി ബന്ധപ്പെട്ടോ ചില പുതിയ നീക്കങ്ങൾ, ആനുകൂലികമായ നീക്കങ്ങൾ, അതായത് മനസ്സിന് സന്തോഷം ലഭിക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ തങ്ങൾ ആഗ്രഹിച്ച വിവാഹം നടത്താനോ അല്ലെങ്കിൽ വിവാഹം വൈകിയിരുന്നവർക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചില ഉറപ്പുകൾ ലഭിക്കാനോ സാധിക്കുന്നതായി കാണുന്നു. ഇതൊന്നുമല്ലെങ്കിൽ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ച് ചില പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നേരത്തെ ആഗ്രഹിക്കുകയും അത് തടസ്സപ്പെട്ട് നിൽക്കുകയും ചെയ്തിരുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നു. ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാനുള്ള ആ സന്നദ്ധത വീണ്ടും പ്രകടമായി വരുന്നു. അത് യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടുന്നതിൻ്റെ ഒരു സന്തോഷം മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. തങ്ങൾ 2 മനസ്സോടെ നിന്നിരുന്ന ചില സംരംഭങ്ങളിൽ ചില ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കുന്നുണ്ട് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ. എന്നാൽ ആദ്യത്തെ 2-3 ദിവസങ്ങൾക്ക് ശേഷം യാതൊരു കാരണവും കൂടാതെ ചില മനോവൈഷമ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ ഈ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ സ്ത്രീ ബന്ധങ്ങളിൽ, മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ സ്ത്രീ പുരുഷ ഭേദമന്യേ അവരുടെ സ്ത്രീ ബന്ധങ്ങൾ, അത് ചിലപ്പോൾ മാതാവാകാം, സഹോദരിയാവാം, മകളാവാം,
മിഥുനക്കൂറിൽപ്പെട്ട പുരുഷന്മാർക്കാണെങ്കിൽ അത് ഭാര്യ കൂടിയാവാം. അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീ വ്യക്തിത്വങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അവസ്ഥയോ മാനസിക വൈഷമ്യങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയും അതിൽ പങ്കുകൊള്ളേണ്ടി വരുന്നത് കൊണ്ടുള്ള വിഷമങ്ങൾ ഈ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും അനുഭവിക്കേണ്ടി വരുന്നതായി കാണുന്നു. അതുകൊണ്ട് തന്നെ ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങളിൽ ശേഷം അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സമയവും പണവും ചിലവഴിക്കേണ്ടി വന്നേക്കാം, ഒപ്പം വേദനയും ഉണ്ടായേക്കാം. എന്നാൽ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ കൂടുതൽ ഗുണകരമാണ്. സാമ്പത്തിക നേട്ടം കാണുന്നുണ്ട്. അതുപോലെ വിദ്യയുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും ഉപരിപഠനവുമായി ബന്ധപ്പെട്ടും വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രകളിലുമൊക്കെ ഗുണം കാണുന്നു. പുതിയ ചില സംരംഭങ്ങൾ ഇവർക്ക് തുറന്നു കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. കാൽപാദങ്ങളും കാൽമുട്ടുകളും, പൊതുവെ കാൽമുട്ടിന് താഴെയുള്ള ഭാഗങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ത്വക്ക് സംബന്ധമായോ അല്ലെങ്കിൽ പേശി സംബന്ധമായോ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് ചലനശേഷിയെ ചെറുതായിട്ടെങ്കിലും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. പിതാവിന് ആരോഗ്യാവസ്ഥ അല്പം മോശമാകാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിൽ ധനപരമായ നേട്ടം താരതമ്യേന ഭേദപ്പെട്ടതാണ്. പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം ഇവർക്ക് ചിലപ്പോൾ അപ്രതീക്ഷിതമായി ധനം വന്നു ചേരാനുള്ള സാധ്യത, ചിലപ്പോൾ അത് ഭാഗ്യം അനുകൂലമായി ഭാഗ്യക്കുറി ടിക്കറ്റ് അടിക്കുന്നതാവാം. അതല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ ഇവരുടെ പുതിയ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് അതിൽ വളരെ ഇംപ്രസ്ഡ് ആയതിനു ശേഷം ഇവർക്ക് ധാരാളം പണം നൽകുന്നതാകാം. അത്തരം പദ്ധതികളുമായി മുന്നോട്ട് പോകുവാൻ അവരുടെ കഴിവിൽ വിശ്വസിച്ച് നൽകുന്നതാവാം. അങ്ങനെ ഏതെങ്കിലും വിധത്തിലൊക്കെ ധനം ഇവരിലേക്ക് വന്നു ചേരും ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷമെന്നും കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 26, 27, 28 രാത്രി 7:50 വരെയും താരതമ്യേന ഭേദമുള്ള ദിവസങ്ങളാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. താരതമ്യേന രണ്ടാമത്തെ പകുതിയേക്കാൾ ആദ്യ പകുതി കൂടുതൽ ഗുണകരമായിട്ട് കാണുന്നു. പ്രധാനമായും ഉള്ളത് കടബാധ്യതയിൽ നിന്ന് മോചനമാണ്. അത് കടം എന്ന് പറയുമ്പോൾ പ്രവർത്തനത്തിലുള്ള കടമാവാം. അതായത് മുടങ്ങിക്കിടന്നിരുന്ന പ്രവർത്തനങ്ങൾ ഈ ആഴ്ചയുടെ ആദ്യ പകുതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു അവസ്ഥയുണ്ടാകുന്നു. അതുപോലെ സാമ്പത്തികമായി ഏതെങ്കിലും തരത്തിലുള്ള ബാധ്യതയുണ്ടായിരുന്നെങ്കിൽ ആ ബാധ്യതയിൽ കുറേയൊക്കെ ഇവർക്ക് അടച്ചു തീർക്കാൻ സാധിക്കുന്നതായി കാണുന്നു ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ. അതുമല്ലെങ്കിൽ ഈ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരിൽ മറ്റു ചിലർക്ക് തങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ധനം നടത്തുന്ന വ്യക്തികളോടോ ഒക്കെ കടം അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്നു കിട്ടുന്നതായി കാണുന്നു. അവർക്ക് അത് അനുവദിച്ച് കിട്ടുന്നതായി കാണുന്നു. അപ്പോൾ കടബാധ്യതയിൽ നിന്ന് മോചനമുണ്ടാകുന്നതിന് പണം കയ്യിൽ വരണം. ആ പണം കയ്യിൽ കടമായി തന്നെ വാങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും പണം കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പ്രത്യേകിച്ചും ആദ്യത്തെ ദിവസങ്ങളിൽ ലഭിക്കും എന്നാണ് കാണുന്നത്. മറ്റൊന്ന്, ഇവരുടെ ശത്രുസ്ഥാനത്തു നിന്നിരുന്ന വ്യക്തികൾ ആ ശത്രുതാ മനോഭാവമൊക്കെ മാറ്റി ഇവരോട് സഹകരിച്ച് മുന്നോട്ട് പോകുമെന്ന് കാണുന്നു. അതുപോലെ മുടങ്ങിക്കിടന്നിരുന്ന പ്രവർത്തനങ്ങൾ ആ മുടക്കം ഒക്കെ മാറ്റി മുന്നോട്ട് പോകാനുള്ള ഒരവസ്ഥ ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളോ അതുമായി ബന്ധപ്പെട്ട് വളരെ അനുകൂലമായ ചില മാറ്റങ്ങളോ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകാം. അതായത് ആദ്യ പകുതിയിൽ തന്നെ ഉണ്ടാകാം. നയനവുമായി ബന്ധപ്പെട്ടോ, അതായത് കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ ഈ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അവശതയുണ്ടാകാം. അത് ഒന്നുകിൽ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ പിതാവിനോ പിതൃതുല്യരായ വ്യക്തികൾക്കോ കാരണവസ്ഥാനത്തുള്ള വ്യക്തികൾക്കോ ആവാം. അതല്ലെങ്കിൽ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് തന്നെ ആവാം അങ്ങനത്തെ അവസ്ഥ വരിക. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ അപ്രതീക്ഷിതമായ ധനസഹായം ഇവർക്കുണ്ടാകുമെന്ന് കാണുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഈ ആനുകൂല്യം നേടുവാനായി ഏതെങ്കിലും വായ്പയൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിലും അത് ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് ചിലപ്പോൾ വ്യക്തികളിൽ നിന്നാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ചില പ്രസ്ഥാനങ്ങളിൽ നിന്നാവാം. ഇതൊന്നുമല്ലെങ്കിൽ സർക്കാരിൽ നിന്നുമൊക്കെ ഇത് അനുകൂലമായി കിട്ടാനുള്ള ഒരു അവസ്ഥ കാണുന്നുണ്ട്. ലോവർ അബ്ഡമിൻ ഭാഗങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. പ്രത്യേകിച്ചും കർക്കിടകക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർ ഗർഭാശയ സംബന്ധമായോ മൂത്രാശയ സംബന്ധമായോ ഒക്കെ അണുബാധയുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്.
ഇവരെ സംബന്ധിച്ചിടത്തോളം സന്താനങ്ങളുടെ കാര്യത്തിൽ ഇവർക്ക് വളരെ സന്തോഷം ലഭിക്കുന്ന ഒരാഴ്ചയാണ് ഈ വാരത്തിലെ തുടക്ക ദിവസങ്ങൾ. അവരുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിലോ അല്ലെങ്കിൽ അവരുടെ മംഗളകർമ്മങ്ങൾ നടത്തുന്ന കാര്യത്തിലോ ഒക്കെ തന്നെ പോസിറ്റീവായ ചില കാര്യങ്ങൾ, അനുകൂലമായ ചില കാര്യങ്ങൾ നടക്കുന്നതായി കാണുന്നു. പൊതുവെ ഗുണകരം ആണെങ്കിലും ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം ആരോഗ്യം തന്നെയാണ് എന്ന് കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 26, 27, 28, 29, 30 തീയതികൾ താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ സന്താനങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില യാത്രകൾ നടത്തേണ്ടി വരുമെന്ന് കാണുന്നു. അതുമല്ലെങ്കിൽ അവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ചിലപ്പോൾ കൂടുതൽ ഇടപെടേണ്ടി വരും. ആശുപത്രിയുമായോ അല്ലെങ്കിൽ മരുന്ന് വാങ്ങേണ്ടി വരുന്ന സ്ഥാപനങ്ങളുമായോ ബന്ധപ്പെട്ടൊക്കെ യാത്ര ചെയ്യേണ്ടി വരുന്നതായും ചില കശപിശകൾ, വഴക്കുകളൊക്കെ ഉണ്ടാകേണ്ടി വരുന്നതായും കാണുന്നുണ്ട്. അതുപോലെ ഇവർക്ക് തന്നെ ഈ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം നക്ഷത്രക്കാർക്ക് തന്നെ അവരുടെ ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ദാമ്പത്യവുമായി ബന്ധപ്പെട്ട് ഒന്നുകിൽ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും അസുഖമോ അല്ലെങ്കിൽ ഈ കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് തന്നെ എന്തെങ്കിലും ശാരീരികമായോ അവശതയോ ഉണ്ടാകാം. അതിനെ തുടർന്നുണ്ടാകാവുന്ന ചില ദുഃഖം, അതൊക്കെ ആയിരിക്കാം ഈ ആഴ്ചയുടെ തുടക്ക ദിവസത്തിൽ കാണുന്നത്. എന്നാൽ ആദ്യത്തെ 2 ദിവസത്തിന് ശേഷം ഈ കുളിച്ചു കയറുന്നത് പോലെ പാപശുദ്ധി മാറ്റി, പാപമൊക്കെ മാറ്റി ശുദ്ധിയോടുകൂടി തിരിച്ചു വരുന്നത് പോലെയുള്ള ഒരവസ്ഥ ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കുണ്ടാകാവുന്നു. അത് തീർച്ചയായിട്ടും ആധ്യാത്മികമായ ഒരു ശക്തി കൊണ്ടോ അല്ലെങ്കിൽ തങ്ങളുടെ തന്നെ മനസ്സിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം നടത്തി അവർ തന്നെ ഒന്ന് ശുദ്ധമാക്കി എടുക്കുന്ന ഒരവസ്ഥയിലോ ആവാം ഒരുപക്ഷെ ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം ഇവർക്കൊരു മാറ്റമുണ്ടാകുന്നത് എന്ന് കാണുന്നുണ്ട്. പൊതുവെ സാമ്പത്തികമായി കുറച്ച് ഗുണമുണ്ടാകുന്നുണ്ട് ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം. ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരിൽ നിന്നും പണം ആരെങ്കിലും അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നിറവേറ്റി കൊടുക്കാം എന്ന് പറഞ്ഞിരുന്ന വ്യക്തികൾ അത് നിറവേറ്റാതെ മാറി നടക്കുന്ന വ്യക്തികൾ, പണം തരാമെന്ന് പറഞ്ഞിട്ട് അത് തരാതെ മാറി നടക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ തങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും എന്ന് പറഞ്ഞ വ്യക്തികൾ അത് ചെയ്യാതെ മാറി നിന്നിരുന്നവർ, ഇവരൊക്കെ തന്നെയും അനുകൂല ഭാവത്തിൽ തിരിച്ചു വരുന്നതായി കാണുന്നു ആഴ്ചയുടെ 2 ദിവസങ്ങൾക്ക് ശേഷം. അതുകൊണ്ട് പൊതുവേ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ചില അവസ്ഥകളിലൂടെ ഇവർ കടന്നു പോകുന്നതായി കാണുന്നു. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഇവർക്ക് ആശയങ്ങളും ആഗ്രഹങ്ങളും സാക്ഷാത്കരിക്കപ്പെടുന്ന ദിവസങ്ങളായിട്ടാണ് കാണുന്നത്. പ്രധാനമായും തങ്ങളുടെ യാത്രകൾ വിജയത്തിലെത്തുന്ന ദിവസമാണ് ആഴ്ചയുടെ അവസാനത്തെ 2 ദിവസങ്ങൾ. അതുപോലെ സാമ്പത്തിക നേട്ടത്തിനും വളരെ ഗുണമാണ്. ഏതെങ്കിലും തരത്തിൽ ദാമ്പത്യത്തിൽ വിഷയമുണ്ടായിരുന്നവർക്ക് ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ അത് പരിഹരിക്കപ്പെടുന്നതായി കാണുന്നു. പ്രണയത്തിൽ ഉണ്ടായിരിക്കുന്ന ചില നിസ്സംഗമായ അവസ്ഥകളും അതുപോലെ തന്നെ സൗന്ദര്യ പിണക്കങ്ങളുമൊക്കെ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ മാറുന്നതായിട്ട് കാണുന്നു. ചില യാത്രകൾ ഇവർക്ക് വളരെ മാനസിക സന്തോഷം ലഭിക്കുന്നതായി കാണുന്നു. സൗഹാർദ്ദങ്ങളിൽ നിന്നും മനസ്സിന് കൂടുതൽ സമാധാനം കിട്ടുന്നതായും കാണുന്നു. എന്നാൽ പൊതുവേ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ മനസ്സിൽ തോന്നിയിരുന്ന ഏകാന്തതയോടുള്ള ഒരു ഭ്രമം, ഒരു ഇഷ്ടം, അത് ഈ ആഴ്ചയിൽ ഉടനീളം തന്നെ കാണും എന്നും മനസ്സിലാക്കണം. അതുകൊണ്ട് പൊതുവേ ഒരു ആത്മീയമായ ഉയർച്ച, ഭഗവാനോടോ അല്ലെങ്കിൽ തങ്ങളുടെ ഇഷ്ടപ്പെട്ട ഉപാസനാമൂർത്തിയോടോ കൂടുതൽ അടുത്തു നിൽക്കാനുള്ള ഒരു പ്രേരണ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നു. അതെന്തായാലും ഗുണകരമാണ്. ഒന്ന്, കേതുവും രാഹുവും ഒരുമിച്ച് ഈ ജന്മലഗ്നത്തിലേക്ക് വീക്ഷിക്കുന്നതിനാൽ അല്ലെങ്കിൽ ജന്മലഗ്നത്തെ സ്വാധീനിക്കുന്നതിനാൽ മോക്ഷത്തിൻ്റെ വഴികൾ അറിയാതെയെങ്കിലും അവരിലേക്ക് വരും എന്ന് ചിന്തിക്കണം. രോഗസംബന്ധമായ കാര്യങ്ങൾ, പ്രധാനമായും ത്വക്ക് സംബന്ധമായോ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായോ എന്തെങ്കിലുമൊക്കെ അസ്കിതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഫപ്രകൃതിയുടെ തോത് നഷ്ടപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ് ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെങ്കിൽ അവർക്ക് അതിൻ്റേതായ ശല്യങ്ങൾ ഉണ്ടാകാം. ആസ്മ അല്ലെങ്കിൽ അലർജി അസുഖങ്ങൾ, അതുമല്ലെങ്കിൽ ശ്വാസതടസ്സത്തിൻ്റെ അസുഖങ്ങൾ, ഇതൊക്കെ ഉണ്ടാവാം. ഉദരത്തിന് എപ്പോഴും എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടാകാം. ഒരുപക്ഷെ കഫമോ അല്ലെങ്കിൽ വായു സംബന്ധമായ ക്ഷോഭമോ ഒക്കെ തന്നെ ഇതിന് കാരണമാവുകയും ചെയ്യാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിൽ ഗുണകരമായ ദിവസങ്ങളെന്ന് പറയുന്നത് 28 രാത്രി 7:50 ശേഷം 29, 30, 31 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ കർമ്മത്തിൽ ഏറ്റവും കൂടുതൽ
അവർ പഠിച്ചതെന്താണോ അല്ലെങ്കിൽ അനുഭവങ്ങൾ കൊണ്ട് അവർ ആർജിച്ചതെന്താണോ അത് ഏറ്റവും നന്നായി പ്രയോഗിക്കാൻ സാധിക്കുന്ന ഒരു വാരമായിട്ടാണ് കാണുന്നത്. തങ്ങളുടെ കഴിവുകൾ അതിൻ്റെ ക്ലാരിറ്റിയോടുകൂടി, അതിൻ്റെ കൃത്യതയോടുകൂടി, വ്യക്തതയോടുകൂടി ഇവർക്ക് തങ്ങളുടെ കർമ്മ മേഖലയിൽ വ്യാപരിപ്പിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ഗുണമുള്ള അവസ്ഥ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. ഈ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും വിധത്തിൽ അവരുടെ മേലധികാരികളോ അല്ലെങ്കിൽ അവരുടെ സഹപ്രവർത്തകരോ അതല്ലെങ്കിൽ അവരെ കൊണ്ട് ചില പ്രത്യേക ജോലികൾ ചെയ്യിപ്പിക്കുന്നവർക്കോ എന്തെങ്കിലും അസംതൃപ്തി ഉണ്ടായിരുന്നെങ്കിൽ ആ അസംതൃപ്തിക്ക് കുറവ് വരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ദാമ്പത്യത്തിലുണ്ടായിരുന്ന ചില അകൽച്ചകൾ, കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വന്നിരുന്ന ചില അവസ്ഥകൾ ഒരുപക്ഷെ തങ്ങളുടെ ഇഷ്ടക്കേടിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ രോഗാവസ്ഥകൾ കൊണ്ടോ അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ദാമ്പത്യത്തിൽ വീഴുന്ന ദോഷാവസ്ഥകൾ കൊണ്ടോ ഒക്കെ ആവാം അങ്ങനെ മാറി നിന്നിരുന്നതെങ്കിൽ ആ ന്യൂനതയ്ക്ക് കുറവ് വരുന്നു. കുറച്ചുകൂടി കുടുംബത്തോട് അടുക്കാൻ, ജീവിത പങ്കാളിയോട് അടുക്കാൻ, കുറച്ചുകൂടി പ്രണയാതുരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുന്നതായി കാണുന്നു. ഏറ്റവും കുറഞ്ഞ പക്ഷം കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊരു വ്യസനമെങ്കിലും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സ് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന ആഗ്രഹത്താൽ തുടികൊള്ളാം. അങ്ങനെ ഒരവസ്ഥയും ഉണ്ടാകാം. എന്തായാലും പൊതുവേ കുടുംബത്തോട് ഒരു അഫെക്ഷൻ ഉണ്ടാകാനുള്ള അവസ്ഥ വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. ചില യാത്രകൾ വളരെ പ്രയോജനകരമായിട്ട് വരുന്നു. നേരത്തെ പലതവണ ശ്രമിച്ച ചില കാര്യങ്ങൾ ഈ ആഴ്ചയിൽ സാധ്യമാകുന്നതായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാനത്തെ 2 ദിവസങ്ങൾ അതിന് വളരെ ഉദാത്തമായ ഉദാഹരണങ്ങളായി മാറുന്നതായിട്ടാണ് കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത ഇവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട പിതൃസ്ഥാനത്തോ മാതൃസ്ഥാനത്തോ അതല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിക്കോ ഉണ്ടാകാവുന്ന ഉദര സംബന്ധമായ രോഗത്തിന് ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കുന്നതായി കാണുന്നു. അത് ഇവരുടെ മനസ്സിന് വലിയ സന്തോഷം നൽകുന്നു. ഒരുപക്ഷെ ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായി സഹായം ചെയ്യാം എന്ന് പറഞ്ഞിരുന്ന വ്യക്തികൾക്കാവാം ഇത്തരത്തിലുള്ള രോഗാതുരമായ ഒരു അവസ്ഥ ഉണ്ടായിരുന്നത്. ആ രോഗാതുരമായ അവസ്ഥ കാരണം കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും ആശങ്കകൾ ഉണ്ടായിരുന്നു. രോഗവും മരണവും ദുരിതവുമൊക്കെയാണല്ലോ പലപ്പോഴും പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങളെയും നമ്മളിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ച് കൊണ്ടുപോകുന്നത്. ആ അവസ്ഥയ്ക്ക് ഒരു വിരാമം താൽക്കാലികമായിട്ടെങ്കിലും വരുന്നതായി അനുഭവപ്പെടുന്നു കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. അതുകൊണ്ട് തങ്ങളെ സഹായിക്കാമെന്ന് ഏറ്റിരുന്നവർക്ക് ആ സഹായത്തിന് സന്നദ്ധമാകുന്ന ഒരവസ്ഥ ഒരുങ്ങുന്നുണ്ട് കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് എന്ന് മനസ്സിലാക്കുക. പ്രവർത്തനങ്ങളിൽ ഇവർക്ക് അങ്ങേയറ്റത്തെ സമാധാനം ഇപ്പോൾ വരുന്നുണ്ട്. സാമ്പത്തികമായ നേട്ടവും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗുണം പ്രതീക്ഷിക്കാം. വിചാരിച്ചിരുന്ന കാര്യങ്ങൾ കൃത്യമായി നടന്നുകൊണ്ടു പോകാൻ ഈശ്വരാധീനവും കാണുന്നുണ്ട്. പിതാവിന് ശാരീരികമായ അവശത വരാം. ഇവർക്ക് തന്നെ ഹൃദയത്തിൻ്റെ ഈ തോളലിൻ്റെ ഭാഗത്തോ അതായത് ഷോൾഡർ ഭാഗത്തും കഴുത്തിൻ്റെ ചുറ്റുമൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള നീർക്കെട്ടോ പെയിനോ ഒക്കെ ഉണ്ടാകാം, വേദനയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പൊതുവേ ചിലപ്പോൾ പറയുന്നത് ഇതൊക്കെ യൂറിക് ആസിഡ് വർദ്ധിക്കുന്നത് കൊണ്ടുണ്ടാകാവുന്ന ജോയിൻറ്റ് പെയിൻ ആവാം. ആ അവസ്ഥ നിലനിൽക്കുന്നവർക്കാണെങ്കിൽ ആ വിധത്തിൽ ജോയിൻറ്റ് പെയിനൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊന്നും ഇല്ലാത്തവർക്കും ഏതെങ്കിലും വിധത്തിൽ സന്ധിഭാഗങ്ങളിൽ ചിലപ്പോൾ നീർവീക്കമോ പ്രശ്നങ്ങളോ വേദനയോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ ആഴ്ചയിൽ കാണുന്നു. പ്രത്യേകിച്ചും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിലാണ് കാണുന്നത്. അത്തരം വേദനയും നീർക്കെട്ടുമൊക്കെ ഉള്ളതിൻ്റെ അസ്വാരസ്യം ഇവരുടെ മാനസികമായി ചെറിയ തോതിലെങ്കിലും തളർത്തും എന്നും കാണുന്നുണ്ട്. വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണം എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഭാരമുള്ള വസ്തുക്കളും മൂർച്ചയുള്ള വസ്തുക്കളുമൊക്കെ ഉപയോഗിക്കുമ്പോഴും ഒരു ശ്രദ്ധ വേണമെന്നും കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ ഭേദപ്പെട്ട ദിവസങ്ങൾ എന്ന് പറയുന്നത് 31 ദിവസങ്ങളാണ് താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങൾ. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ 3/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ, പ്രത്യേകിച്ചും തങ്ങളുടെ സന്താനങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലോ അവരുടെ ഉദ്യോഗ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷകളുടെ കാര്യത്തിലോ ഒക്കെ വിജയം കിട്ടുന്നതിൻ്റെ മനസമാധാനം തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കുണ്ടാകുന്നു. അല്ലെങ്കിൽ തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് തന്നെ അവരുടെ ഉപരിപഠനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ വിജയിക്കുന്നതായും ജോലി സംബന്ധമായ കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി അവർ ചെയ്യുന്ന ചില പരീക്ഷകൾ, അഭിമുഖങ്ങൾ, ഇതിനൊക്കെ തന്നെ ഇവർക്ക് ഗുണമുണ്ടാകുന്നതായി കാണുന്നു. യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്. പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹം, സ്വത്ത് ഇതൊക്കെ കിട്ടുന്നതായി കാണുന്നു. അതല്ലെങ്കിൽ കാരണവസ്ഥാനത്തുള്ളവരുടെ അനുഗ്രഹം കിട്ടുന്നതായി കാണുന്നു. അതുപോലെ ഗുരു കടാക്ഷം കൊണ്ട്
അല്ലെങ്കിൽ ഗുരു കടാക്ഷം കൊണ്ട്, ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് വിനീതയായ ശിഷ്യനോ ശിഷ്യയോ എന്ന നിലയിൽ ഇവർക്ക് വലിയ ചില ഉയർച്ചകൾ ഉണ്ടാകുന്നതായി കാണുന്നു. അത്തരം ഉയർച്ചകളുടെ തുടക്കം ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ തന്നെ ഇവർക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ അനുഗ്രഹം പോലെ ചില വലിയ നിലകളിലെത്താനുള്ള പരീക്ഷകൾ പാസ്സാവുകയോ അല്ലെങ്കിൽ ഉപരിപഠനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ വിജയത്തിലെത്തുകയോ അതുമല്ലെങ്കിൽ വിദേശത്തുള്ള പഠനത്തിൽ ഇവർക്ക് ഉയർന്ന മാർക്കോടുകൂടി വിജയം കരസ്ഥമാവുകയോ ഒക്കെ ചെയ്യാം. എന്തായാലും യാത്ര കൊണ്ട് ഗുണവും ഉപരിപഠനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ വിജയവും ഉണ്ടാകുന്നു. ത്വക്ക് സംബന്ധമായ അസുഖമുണ്ടാകാം. അതുപോലെ വിചാരിച്ചിരുന്ന ചില കാര്യങ്ങളിൽ, പ്രത്യേകിച്ചും ഇവരുടെ അമ്മാവന്മാരുടെ അശ്രദ്ധയോ അല്ലെങ്കിൽ ഇവരുടെ ചില ബന്ധുക്കളുടെ ഏതെങ്കിലും വിധത്തിലുള്ള അശ്രദ്ധയോ കൊണ്ടുണ്ടാകാവുന്ന ചില തടസ്സങ്ങൾ ഇവരുടെ ചില പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ടാകാവുന്ന ചില നൈരാശ്യങ്ങൾ ഇവരെ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ബാധിച്ചെന്നിരിക്കാം. എന്നാൽ അതിനെയൊക്കെ അതിജീവിക്കുന്ന തരത്തിൽ ഈശ്വരാനുഗ്രഹവും പ്രവർത്തനങ്ങളിലെ വിജയവും ഈ വ്യക്തികൾക്കുണ്ടാകുന്നത് കൊണ്ട് ഇതെല്ലാം മറന്നു പോകാനുള്ള ഇടയും കാണുന്നുണ്ട്. പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ കാര്യക്ഷമതയും അധികാരികളുടെയോ അല്ലെങ്കിൽ സർക്കാർ തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെയോ അല്ലെങ്കിൽ ആ വിധത്തിൽ ഉള്ള രാഷ്ട്രീയ പ്രവർത്തകരുടെയോ ഒക്കെ അനുഗ്രഹവും സഹായവും ഇവരുടെ കർമ്മ മേഖലകളിൽ ഉണ്ടാകുന്നതായി കാണുന്നു. കടബാധ്യതയിൽ നിന്ന് മോചനമുണ്ടാകുന്നതായും കാണുന്നുണ്ട്. അതുവരെ ഉണ്ടായിരുന്ന പല ബാധ്യതകളിൽ നിന്നും ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരുപാട് നീക്കങ്ങൾ സുഹൃത്തുക്കൾ, അതുപോലെ അന്തരീക്ഷത്തിൽ ഇവർ ഇപ്പോൾ ജീവിക്കുന്ന ആ ഒരു ഭൗതികമായ അന്തരീക്ഷത്തിൽ ഇവരെ വിഷമപ്പെടുത്തിയിരുന്ന കാര്യങ്ങൾ ലഘൂകരിക്കുന്നതിന് വേണ്ടി ഇവരുടെ സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മേലധികാരികൾ, അതുമല്ലെങ്കിൽ രാഷ്ട്രീയ തലത്തിലോ അല്ലെങ്കിൽ ഭരണതലത്തിലോ ഉള്ളവരൊക്കെ തന്നെ ഇടപെട്ട് ഇവരെ സഹായിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ വിധത്തിൽ ഒരു പരിചയം നേരത്തെ തന്നെ ഇവർക്കുണ്ടായിരുന്നതും പിന്നീട് വന്ന ഇവരുടെ പല കുറവുകൾക്കും കാലം ഇവരെ ഏൽപ്പിച്ച പല ദോഷങ്ങൾക്കുമൊക്കെ പരിഹാരത്തിന് ഇവർ ഈ നേരത്തെ പറഞ്ഞ അന്തരീക്ഷത്തിലുള്ളവരൊക്കെ സഹായിക്കുന്നതായും കാണുന്നുണ്ട്. അപ്പോൾ പൊതുവെ തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് പഴയ അവരുടെ ദുരവസ്ഥകളിൽ നിന്നും ഉയർന്നു വരാനുള്ളൊരു സാധ്യത ഈ ആഴ്ചയും തുടരുകയാണ്. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ ഈശ്വരാധീനവും അതുപോലെ അനുഗ്രഹവും ഒക്കെ തന്നെ കാണുന്നുണ്ട്. പൊതുവെ ജീവിതാന്തരീക്ഷം ഉയരുന്നതായിട്ടാണ് കാണുന്നത്. ശാരീരികമായ അധ്വാനത്തിനിടയിൽ ഇവരുടെ ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് ഈ ആഴ്ചയും പറയുന്നു. എന്തെങ്കിലുമൊക്കെ അവശതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മുഖരോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. മോണ, പല്ല്, മൂക്ക്, നെറ്റിത്തടങ്ങൾ, മുഖത്തെ ചർമ്മം, ചുണ്ട്, അതുപോലെ തന്നെ ചെവി, കഴുത്ത്, ഈ ഭാഗങ്ങളിലൊക്കെ ഏതെങ്കിലും വിധത്തിലുള്ള ചർമ്മ സംബന്ധമായ രോഗമോ അപകട സാധ്യതകളോ ഉണ്ടാവാം, ശ്രദ്ധിക്കണം. മൊബൈൽ ഫോൺ ഈ ചാർജ് കുത്തിക്കൊണ്ടൊക്കെ പലരും സംസാരിക്കുന്നൊരവസ്ഥയുണ്ട്. അതൊക്കെ ഏതെങ്കിലും വിധത്തിൽ, പ്രത്യേകിച്ചും മഴ പെയ്യുന്ന അന്തരീക്ഷത്തിലോ ഇടിമിന്നലൊക്കെ ഉള്ള അന്തരീക്ഷത്തിലോ ഒക്കെ ആണെങ്കിൽ അതൊക്കെ നിസ്സാരമെന്ന് വിചാരിച്ച് പ്രവർത്തിക്കരുത്. തീർച്ചയായും അതിനൊക്കെ ഒരു ജാഗ്രത പാലിക്കുക തന്നെ ചെയ്യണം. അതിൽ നിന്നൊക്കെ പൊള്ളലേൽക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഷോക്ക് ഏൽക്കാനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. അപകടം, ശരീരത്തിൽ മുറിവ്, എല്ലുകൾക്കൊടിവ്, പേശി സംബന്ധമായ ദോഷങ്ങൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. ആരെയും ഭയപ്പെടുത്താനോ അല്ലെങ്കിൽ നെഗറ്റീവായി പറയുന്നത് മനഃപൂർവ്വമായി ശീലമാക്കിയതോ ഒന്നുമല്ല. ഒരു പ്രത്യേക ഗ്രഹം ആ ഭാവത്തിൽ നിന്നാൽ പറയുക തന്നെയാണ് ചെയ്യേണ്ടത്, അത് പറയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് അത് പറയുന്നത്. അതാരെയും ഭയപ്പെടുത്താനോ ആശങ്കപ്പെടുത്താനോ അല്ല. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അശ്രദ്ധ എന്ന കാര്യം മാറ്റുക എന്ന് വേണം ഇത്തരക്കാരോട് പറയേണ്ടത്. അത് കൃത്യമായി പറയുന്നു, അത് ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം, തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 26, 27, 28 രാത്രി 7:50 വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഈശ്വരാധീനത്തിൻ്റെ ഒരു വഴി ഇവർക്ക് തുറന്നു കിട്ടുകയും ആ ഈശ്വരാധീനത്തിൻ്റെ ഫലമായി തങ്ങളുടെ ജന്മലഗ്നത്തിലേക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളതിനാൽ എല്ലാവിധത്തിലുള്ള ദുരവസ്ഥകളിൽ നിന്നും എല്ലാവിധത്തിലുള്ള ശല്യങ്ങളിൽ നിന്നും ഇവർക്ക് ഈശ്വരൻ്റേതായ ഒരു കവചം ചുറ്റും സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ള ഒരു അവസ്ഥ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ, തങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ട മംഗളകർമ്മങ്ങൾ, ജോലിയിലുണ്ടായിരിക്കേണ്ട പുരോഗതി, ജോലിയില്ലാത്തവർക്കാണെങ്കിൽ അത് ലഭിക്കേണ്ട അവസ്ഥ, ഇതെല്ലാം തന്നെ കഴിഞ്ഞ കുറച്ചു കാലമായി തന്നെ അവരിലേക്ക് വരേണ്ടതാണ്. ഇപ്പോൾ ഏകദേശം അവർക്ക് അതിൻ്റെ ഗുണങ്ങളൊക്കെ വന്നിരിക്കുന്നു.
ഇഷ്ടപ്പെട്ട വ്യക്തിയോടൊത്ത് ജീവിക്കാനും വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവാനും ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഉയർച്ചയുണ്ടാവാനും വിദേശവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കരാറോ അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട് യാത്രയോ പഠനമോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനുമൊക്കെ തന്നെ ഇവർക്ക് അനുയോജ്യമായ ഒരു കാലമായിട്ടാണ് ഈ ആഴ്ചയെ കാണേണ്ടത്. ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം വളരെ ഉത്സാഹത്തോടു കൂടി തങ്ങളുടെ കർമ്മബന്ധങ്ങളിൽ കൂടുതൽ ഇടപെടുന്നു എന്നാണ് കാണുന്നത്. പുതിയ ചില സൗഹാർദ്ദങ്ങൾ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും പുതിയ വിദഗ്ധരെ തങ്ങളുടെ കർമ്മ മേഖലകളിൽ ഇവർക്ക് സ്ഥാപിക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ പ്രവർത്തനങ്ങളിൽ കർമ്മ മേഖലയിൽ കുറച്ചുകൂടി ഉയർച്ചയുണ്ടാവുന്നു. കുറച്ചുകൂടി ആകർഷകത്വം മറ്റു വ്യക്തികളിൽ നിന്ന് മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് ഇവരുടെ മേഖലകളിലേക്ക് തിരിച്ചുവിടാൻ ഇവർക്ക് സാധിക്കുന്നു. അത് ഭാവിയിൽ അവരുടെ കർമ്മരംഗത്തിന് കൂടുതൽ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് കാണുന്നത്. അമ്മാവന്മാരുമായോ അമ്മയുടെ മറ്റേതെങ്കിലും വിധത്തിലുള്ള ബന്ധുക്കളുമായോ ചിലപ്പോൾ ഒന്ന് ഇടയാനുള്ള അവസ്ഥ കാണുന്നുണ്ട്. കലഹത്തിലേക്കൊക്കെ നീളാനുള്ള സാധ്യതയുണ്ട്. ദേഷ്യവും അതുപോലെ തന്നെ വൈകാരികമായ ഒരു തിടുക്കവുമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പൊതുവെ ഇവരോട് അടുക്കുന്ന വ്യക്തികൾക്ക് ചിലപ്പോൾ ഇവരെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും പെരുമാറുമ്പോഴും ഒരു സൗമ്യത പുലർത്തണമെന്ന് വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് പറയേണ്ടിയിരിക്കുന്നു. ജീവിത പങ്കാളിയിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ ചിലപ്പോൾ ഈ തൊഴിൽ സംബന്ധമായ കാര്യത്തിന് വേണ്ടി അകന്നു നിൽക്കേണ്ടി വന്നേക്കാമെന്ന് കാണുന്നുണ്ട്. വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണം. പ്രവർത്തിക്കുന്ന മേഖലയിൽ വ്യക്തികളോടും സഹപ്രവർത്തകരോടും കീഴ് ജീവനക്കാരോടുമൊക്കെ സൗമ്യമായി പെരുമാറാൻ ശ്രമിക്കണമെന്നും പറയുന്നു. ലക്ഷ്യത്തിലെത്തുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഏറ്റവും തിടുക്കത്തിൽ ഇപ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് കാണാം. പക്ഷേ അത്തരം ഒരവസ്ഥയിൽ എപ്പോഴും സൗമ്യത കൈവിടാതെ മുന്നോട്ട് പോകുന്നത് സംഘർഷങ്ങൾ ഉളവാക്കാതെ ഇരിക്കാൻ ഇവരെ സഹായിക്കുമെന്നതുകൊണ്ടാണ് ഇത് പറയുന്നത്. അതുപോലെ സന്താനങ്ങളുടെ കാര്യത്തിലുണ്ടായിരുന്ന ചില ആശങ്കകൾക്ക് മാറ്റം വരുന്നുണ്ട്. മാതാവിൻ്റെ ആരോഗ്യാവസ്ഥ കുറച്ചുകൂടി പുരോഗതി പ്രാപിക്കുന്നതായി കാണുന്നു. മാനസികമായും ശാരീരികമായും അവർക്ക് കുറച്ചുകൂടി ഉയർച്ച കിട്ടുന്നതായി കാണുന്നുണ്ട്. പൊതുവെ പ്രവർത്തനങ്ങളിൽ വിജയം കാണുന്നു. അതുപോലെ കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥ ഇപ്പോഴും വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരിൽ പലർക്കും പുലർത്തേണ്ടി വരുമെന്ന് തന്നെയാണ് കാണുന്നത്. ഒരു സമാഗമത്തിന്, പ്രത്യേകിച്ചും മാതാവിൻ്റെ വീട്ടുകാരുമായും അടുത്ത ബന്ധുക്കളുമായൊക്കെ ഒരു സമാഗമത്തിനുള്ള സമയം അല്പം കൂടി വൈകുമെന്ന് തന്നെയാണ് കാണുന്നത്. എന്നാൽ തങ്ങളുടെ ജീവിതത്തിലെ മംഗളകരമായ കാര്യങ്ങൾക്കും സാമ്പത്തിക ഉയർച്ചയ്ക്കും ഈ ആഴ്ച പ്രയോജനപ്രദമെന്ന് തന്നെ ചിന്തിക്കണം. ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം വളരെ ഗുണകരമായ അവസ്ഥയാണ് കാണുന്നത്. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നും പറയുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 28 രാത്രി 7:50 ശേഷം 29, 30 ദിവസങ്ങൾ ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ഇവർക്ക് സാമ്പത്തികമായി ചില ബാധ്യതകൾ മാറിക്കിട്ടാൻ തക്കവണ്ണമുള്ള പണം ഇവരിലേക്ക് വന്നു ചേരുമെന്ന് കാണുന്നു. പ്രത്യേകിച്ചും ഇവരുടെ ബന്ധുക്കളിൽ നിന്നോ അല്ലെങ്കിൽ ഇവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ ഇവരുടെ മനസ്സറിഞ്ഞ് ഇവരെ സഹായിക്കുന്ന ചില വ്യക്തികളിൽ നിന്നോ ഒക്കെ ഇവരിലേക്ക് പണം ഒഴുകിയെത്താൻ സാധിക്കുന്നതായി കാണുന്നു. അത് ഒരു പരിധിവരെ ഇവരുടെ ബാധ്യതകളെ അകറ്റി നിർത്തുന്നതായും കാണുന്നുണ്ട്. ശരീരത്തിനും മനസ്സിനുമുണ്ടായിരുന്ന മുറിവുകൾ ഉണങ്ങുന്നതായിട്ടാണ് കാണുന്നത്. പ്രവർത്തന രംഗത്ത് കുറച്ചുകൂടി സജീവമാകാൻ സാധിക്കുന്നു. അപ്രതീക്ഷിതമായി ചില ഇടപെടലുകൾ, ചില മേലധികാരികളുടെ പ്രശംസകളൊക്കെ ഇവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തങ്ങളുടെ കർമ്മരംഗത്തുണ്ടായിരുന്ന തടസ്സങ്ങൾക്കൊരു മാറ്റം വന്ന പ്രതീതി അവസ്ഥ അത് ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഇപ്പോൾ അനുഭവിക്കാൻ സാധിക്കുന്നുവെന്ന് കാണുന്നുണ്ട്. സാമ്പത്തിക നേട്ടത്തിന് വലിയ ഗുണങ്ങൾ ഇവർക്കിപ്പോൾ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന തരത്തിലുള്ള ചില വലിയ ഗുണങ്ങൾ ഇവരുടെ തൊഴിൽ രംഗത്തിപ്പോൾ മാറി മറിയുന്നു. അതുകൊണ്ട് തന്നെ ദേവീ കടാക്ഷം കൃത്യമായി ഉള്ളതുകൊണ്ട് പ്രവർത്തന രംഗത്ത് മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും പ്രശംസ പിടിച്ചു പറ്റുന്ന വിധത്തിലുള്ള ഒരു ഉയർച്ച തങ്ങളുടെ കർമ്മമേഖലയിൽ സൃഷ്ടിക്കാൻ ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളും അവസാനത്തെ 2 ദിവസങ്ങളും വളരെ ഗുണകരമാണ്. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, സ്വന്തം മനസ്സിലുണ്ടായിരിക്കുന്ന വൈഷമ്യങ്ങളൊക്കെ മാറി മനസ്സിന് സന്തോഷവും ധൈര്യവും വന്നതിനാൽ അത് ശരീരത്തിൽ പ്രകടിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ശരീരത്തിൻ്റെ ആകർഷകത്വം അല്പം കൂടി വർദ്ധിക്കുന്നു. പൊതുവെ തങ്ങളുടെ സൗന്ദര്യാത്മകത കുറച്ചുകൂടി വർദ്ധിക്കുന്നതായി അവർക്ക് തന്നെ തോന്നി തുടങ്ങുന്നു. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി തങ്ങളുടെ കർമ്മരംഗത്ത് വ്യാപരിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. പിതാവിൻ്റെ ആരോഗ്യാവസ്ഥയ്ക്ക് ഇപ്പോഴും ദോഷം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഉദര സംബന്ധമായ ചില വ്യാധികൾ അവരെ പിന്തുടരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട
കുടുംബത്തിലെ കാരണവസ്ഥാനത്തുള്ള വ്യക്തികളോ അല്ലെങ്കിൽ ഇവരെ പഠിപ്പിക്കുകയും ഇവരുടെ ജീവിതത്തിൽ ഇവർ ഉയർന്നു വരണമെന്ന് കാക്ഷിക്കുന്ന ചില വ്യക്തികളുമൊക്കെ തന്നെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ചില കഷ്ടതകൾ അനുഭവിക്കുന്നതായും ഇവർ ഈ ആഴ്ച അറിയാനിടയുണ്ട്. പൊതുവേ സാമ്പത്തികമായ ഗുണം, പ്രവർത്തനങ്ങളിൽ വിജയം ഇതെല്ലാം കാണുന്നുണ്ട്. എന്നാൽ ഈ വിധത്തിലുള്ള ചില വൈഷമ്യങ്ങളും അനുഭവിക്കേണ്ടി വന്നേക്കാം. എന്തായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ടകശനിയുടെ ദോഷം അല്പം കുറഞ്ഞു കിട്ടും. ഇനിയിപ്പോൾ ഒന്ന് വ്യാഴത്തിൻ്റെ ദൃഷ്ടി, രണ്ട് പുറകോട്ട് സഞ്ചരിക്കുമ്പോൾ ശനി ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മത്തിൽ കുറവ് വരുത്തും. കണ്ടകൻ 4-ൽ നിന്ന് ദോഷമാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അതിന് കുറവ് വരും. അത് കുറച്ച് ഗുണമായി മാറുമെന്നർത്ഥം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 26, 27, 28 രാത്രി 7:50 വരെയും ശേഷം 31 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ അര. രോഗാതുരമായ അവസ്ഥകൾ ഒക്കെ മാറി മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ചില ഇടങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ് ഇവരിപ്പോൾ. ഏറ്റവും പ്രധാനം, ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അറിയാവുന്ന കഴിവുകൾ ഏറ്റവും നന്നായി വിനിയോഗിക്കാൻ അവർക്ക് സാധിക്കുന്നു. അത് ജോലിയോടൊപ്പമുള്ള സമാന്തര പ്രവർത്തനങ്ങളിൽ ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നതുകൊണ്ട് ഇവരുടെ മൊത്തത്തിലുള്ള വരുമാനത്തിൽ വർധനവുണ്ടാകുന്നതായി കാണുന്നു. ശത്രുക്കൾ പോലും മിത്രമായി വരുന്നൊരവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു പക്ഷേ ഇവരുടെ കർമ്മരംഗത്തിലുള്ള വർധനവ്, കർമ്മരംഗത്തുള്ള ഇവരുടെ ശേഷിയുടെ വർധനവ് കൊണ്ടാവണം അങ്ങനെ ഉണ്ടാവാൻ വഴി എന്ന് കാണുന്നുണ്ട്. അതുപോലെ സന്താനങ്ങളുടെ ആരോഗ്യസ്ഥിതി പ്രത്യേകമായി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മാതാവിൻ്റെ കുടുംബത്തിൽപ്പെട്ടവർ, ഈ മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ സന്താനങ്ങൾ, ഇവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം. അതുപോലെ തൊഴിലിടങ്ങളിൽ പ്രവർത്തിക്കുമ്പോഴും ഇവർക്കൊരു കരുതൽ വേണമെന്ന് കാണുന്നുണ്ട്. യാത്ര ചെയ്യുമ്പോഴും അതുപോലെ തന്നെ സാമഗ്രികൾ, യന്ത്രസാമഗ്രികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും ഒക്കെ തന്നെ ഇവർക്ക് ഒരല്പം കരുതൽ വേണ്ടിവരും എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ അപകട സാധ്യതകൾ കാണുന്നു. ശരീരത്തിനും പേശികൾക്കുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ദോഷാവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. സഹോദര സ്ഥാനത്തുള്ളവരുമായി ചില ക്രയവിക്രയങ്ങൾ നടത്താനുള്ള സാധ്യത, ഭൂമി സംബന്ധമായോ ഭവന സംബന്ധമായോ ചില കാര്യങ്ങളിൽ ഇവർക്ക് അനുകൂലമായ ചില നീക്കങ്ങൾ, ഒന്നുകിൽ ഭവനം വാങ്ങാം അല്ലെങ്കിൽ ഭൂമി മാത്രമായി വാങ്ങി വയ്ക്കാം, ഇതിനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. വാഹനവുമായി ബന്ധപ്പെട്ടും ചില ഗുണങ്ങൾ കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഊർജ്ജസ്വലതയുടെ ആഴ്ച തന്നെയാണ് ഈ ആഴ്ചയും. പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം വളരെ ശുഷ്കാന്തിയോടുകൂടി തങ്ങളുടെ കർമ്മരംഗത്ത് പ്രവർത്തിക്കും എന്ന് കാണുന്നുണ്ട്. അസുഖ സംബന്ധം ഞാൻ നേരത്തെ പറഞ്ഞു. ഇവരുടെ കുടുംബത്തിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് അകന്നു നിൽക്കേണ്ടി വരുന്നത് കൊണ്ട് ചില ജലജന്യ അസുഖങ്ങൾ വരാനുള്ള സാധ്യത, ചിലപ്പോൾ വേണ്ടത്ര അണുവിമുക്തം അല്ലാത്ത ഭക്ഷണപാനീയങ്ങളോ വെള്ളമോ ഒക്കെ കുടിക്കേണ്ടി വരുന്നത് കൊണ്ടുണ്ടാകാവുന്ന പ്രശ്നമാകാം. അപ്പോൾ യാത്രാവേളയിൽ ഏറ്റവും നല്ലതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഖരരൂപത്തിലും പാനീയ രൂപത്തിലുമുള്ള ആഹാരങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക എന്നാണ് പറയേണ്ടി വരുന്നത്. ഓർക്കാപ്പുറത്ത് ചില സഹായങ്ങൾ, ചില ധനസഹായങ്ങളൊക്കെ ഇവർക്ക് വരാം. പ്രത്യേകിച്ചും പ്രവർത്തന രംഗത്ത്, പ്രത്യേകിച്ചും ജോലിയോട് സമാന്തരമായി ചെയ്യുന്ന പ്രവർത്തന രംഗത്ത് സ്ത്രീകൾ മുഖേനയൊക്കെ സഹായം കിട്ടുമെന്ന് കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം പുളിച്ചു തികട്ടലിൻ്റെ, നേരത്തെ ഞാൻ പറഞ്ഞു, ഈ ആഹാരം കഴിക്കുന്നതിൻ്റെ രീതി കൊണ്ട് വയറിന് പ്രശ്നമുണ്ടാകാം, ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ വരാം. അതാണ് ഈ പുളിച്ചു തികട്ടൽ എന്നൊക്കെ പറയുന്നത്. ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ വരാം. അതുപോലെ ജലം ഉൽപ്പാദിപ്പിക്കുന്ന ചില അസുഖങ്ങൾ, ജലജന്യ രോഗങ്ങൾ, അതുമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 28 രാത്രി 7:50 കഴിഞ്ഞ് 29, 30 ദിവസങ്ങൾ താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ചിലവൽപ്പം കൂടിയിരിക്കുമെന്നും കാണുന്നുണ്ട്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. തങ്ങളുടെ മാതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യത്തിൽ ചിലപ്പോൾ നാട്ടിൽ നിന്ന് കുറച്ചുനാൾ മാറി നിൽക്കേണ്ടി വരികയോ അല്ലെങ്കിൽ ആശുപത്രി വാസത്തിന് വേണ്ടി ഇവർക്കും സമയം മാറ്റിവെക്കേണ്ടി വരികയോ ചെയ്യും എന്ന് കാണുന്നുണ്ട്. അതല്ലെങ്കിൽ സഹോദര സ്ഥാനത്തുള്ളവർക്കും പ്രശ്നം വരാം. അതുപോലെ പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ ഏതെങ്കിലുമൊക്കെ വാക്കുതർക്കമോ പ്രശ്നമോ വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇവർക്കിപ്പോൾ കുടുംബത്തിൽ നിന്ന്, പ്രത്യേകിച്ചും ജീവിത പങ്കാളിയുടെ കുടുംബത്തിൽ നിന്ന് വളരെ വലിയ സഹായങ്ങൾ വരുമെന്ന് കാണുന്നുണ്ട്. അതുമല്ലെങ്കിൽ തങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ, കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ പുരുഷന്മാരാണെങ്കിൽ അവർ പ്രവർത്തിക്കുന്ന മേഖലയിൽ സ്ത്രീകളാൽ സഹായമുണ്ടാവാം. അതുപോലെ തന്നെ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളിൽ സ്ത്രീകളാണ് ജനിക്കുന്നതെങ്കിൽ അവർക്ക് പുരുഷന്മാരാലും സഹായമുണ്ടാകാം എന്ന് കാണുന്നുണ്ട്.
ചിലപ്പോൾ ചില ഉപഹാരങ്ങൾ ലഭിച്ചേക്കാം. വസ്ത്രം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, വീട്ടുപകരണങ്ങൾ തുടങ്ങിയ അടുക്കളയിൽ ഉപയോഗിക്കേണ്ട ഉപകരണങ്ങൾ തുടങ്ങിയ ആയിട്ടാവാം അങ്ങനെയുള്ള സമ്മാനങ്ങളോ ഒക്കെ വരിക. അത്തരം വലിയ സഹായങ്ങൾ ഉണ്ടാവാം. സാമ്പത്തികമായി ഇവർക്ക് നേരത്തെ അപേക്ഷിച്ചിരുന്ന കടം മാറ്റുവാൻ വേണ്ടി അപേക്ഷിച്ചിരുന്ന വായ്പ, ലോണൊക്കെ അനുവദിച്ച് കിട്ടുന്നതായി കാണുന്നുണ്ട്. സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെയോ പ്രത്യേകമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ നിന്ന് അതിന് മാറ്റം വരുന്നതായി കാണുന്നു. ഈ ഫയലിൻ്റെ ഒരു കെട്ടൊക്കെ ഉണ്ടല്ലോ, ആ കെട്ടൊക്കെ മാറി അവർക്ക് കൃത്യമായിട്ട് പണം അവരിലേക്ക് വരാൻ തക്കവണ്ണമുള്ള സാധ്യതകൾ തുറന്നു കിട്ടുകയാണ്. അതുപോലെ തങ്ങൾക്ക് കടബാധ്യത ഉണ്ടാക്കി തന്ന വ്യക്തികൾ തന്നെ കുറേയൊക്കെ കടം ഇവർക്ക് വീട്ടാൻ തക്കവണ്ണമുള്ള ധനം എത്തിക്കുന്നു എന്ന് കാണുന്നു. അധികാരികളിൽ നിന്ന് ഇവർക്ക് സഹായമുണ്ടാകുന്നു, അതായത് സർക്കാരിൽ നിന്നൊക്കെ സഹായമുണ്ടാകുന്നതായി കാണുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറേ കാലമായി ഇവരുടെ പിതാവുമായോ അല്ലെങ്കിൽ പിതൃസ്വത്തിനു വേണ്ടി പിതൃസമാനരായ വ്യക്തികളോടോ ഒക്കെ സ്ഥാപിച്ചിരുന്ന കലഹത്തിന് ഒരു മാറ്റമുണ്ടാകുന്നതായും കാണുന്നുണ്ട്. കലഹമൊക്കെ അവസാനിച്ച് ഇവർക്ക് പിതൃസ്വത്ത് കിട്ടാനുള്ളൊരവസ്ഥ കാണുന്നു. ഇനി പിതൃസ്വത്ത് കിട്ടിയില്ലെങ്കിൽ പോലും പിതാവുമായോ പിതൃതുല്യരായ വ്യക്തികളോടുമായോ ഉണ്ടായിരുന്ന കലഹത്തിനും തർക്കത്തിനുമൊക്കെ അവസാനമുണ്ടാകുന്നതായും കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ വാർത്ത കേൾക്കാം. മുടങ്ങിക്കിടന്നിരുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരിൽ ചിലർക്കെങ്കിലും കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ തന്നെ വർത്തമാനം കൊണ്ടോ വാക്കിലെ എന്തെങ്കിലുമൊക്കെ ദോഷം കൊണ്ടോ ചിലപ്പോൾ ചില ശത്രുതാ മനോഭാവത്തിലുള്ള വ്യക്തികൾ കടന്നു വരികയും അവർ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതായി കാണുന്നുണ്ട്, പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ. അതുകൊണ്ട് വാക്ക് വളരെ സൂക്ഷിച്ചുപയോഗിക്കുക. നേരത്തെ തന്നെ കലഹമുണ്ടായി മാറി നിന്നിരുന്ന വ്യക്തികൾ ഒരു സമരസപ്പെടലിന് തിരിച്ചു വരികയും എന്നാൽ അവിടെയും അത് കൃത്യമായി മുന്നോട്ട് പോകാതെ വരികയും ചെയ്യുന്ന അവസരത്തിൽ വളരെ ദേഷ്യത്തിലുള്ള വാക്കുകൾ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ അവരോട് പ്രയോഗിക്കാൻ സാധ്യതയുണ്ട്. അത് വീണ്ടും മറ്റൊരു കലഹത്തിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ രോഗാവസ്ഥ നേരത്തെ മാറിയിരുന്ന വ്യക്തികൾ ചില ദുശീലങ്ങൾ വീണ്ടും തുടങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് വീണ്ടും ഉദര സംബന്ധമായോ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായോ ഉള്ള രോഗത്തിന് ഭീഷണിയാകുമെന്ന കാര്യവും മറക്കാതിരിക്കുക. കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ എപ്പോഴും ചിന്തിക്കേണ്ടത് റിയലായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനേക്കാൾ യഥാർത്ഥത്തിലുള്ള, അതായത് യാഥാർത്ഥ്യമില്ലാത്ത കാര്യങ്ങളിൽ കൂടുതൽ ഇവർ വിശ്വസിച്ചു പോകുന്നൊരവസ്ഥ കാണുന്നുണ്ട്. ഒരു പ്രത്യേക വിഭ്രമാത്മകമായ മാനസികാവസ്ഥയിൽ ചിലപ്പോഴെങ്കിലും ഇവർ ഈ ഇടയ്ക്കുള്ള ചില ദിവസങ്ങളിൽ, പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ പെട്ടുപോകുമെന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായി ഇവരുടെ ഉപാസനാമൂർത്തിയെ ജപിക്കുക, അവരെ ഓർത്തുള്ള ലഘുമന്ത്രങ്ങൾ ജപിക്കുക, മനസ്സിന് സമാധാനം കൊടുക്കുക, ആവശ്യമില്ലാത്ത ആശങ്കകളിൽ മനസ്സിനെ കൊണ്ട് തളയ്ക്കാതിരിക്കുക. അതാണ് കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് പ്രത്യേകമായി പറയാനുള്ളത്. 7 ശനി പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല എന്ന് ഓർക്കണം. മാത്രമല്ല വ്യാഴം ഉച്ചസ്ഥാനത്തെങ്കിലും അനിഷ്ടസ്ഥാനത്താണ് നടക്കുന്നത്. മാരകാധിപനായ സൂര്യൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്നു. അത് പ്രത്യേകമായി ശ്രദ്ധിച്ചു കൊള്ളണം. 4-ാം ഭാവത്തിൽ ചൊവ്വയുമുണ്ട്. അപ്പോൾ 3-ന്റെ അധിപനായ ചൊവ്വയാണ് 4-ൽ പോയി നിൽക്കുന്നത്. 3-ന്റെ ഒരു ഊർജ്ജസ്വലതയും ഒരു വീര്യവുമൊക്കെ ചൊവ്വയുടേതായതിനാൽ അത് ചിലപ്പോൾ കുടുംബത്തിലും ഇടപെടുന്ന സ്ഥലത്തുമൊക്കെ ശൗര്യത്താൽ വഴക്കുകൾ സൃഷ്ടിക്കാം. അതുകൊണ്ടാണ് വാക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നൊക്കെ ഞാൻ എടുത്തു പറഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 26, 27, 28 രാത്രി 7:50 വരെയും ശേഷം 31 താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തേക്കാൽ ഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം സഹോദര സ്ഥാനത്തുള്ളവർക്ക് ചില അസുഖങ്ങളോ അവസ്ഥകളോ ഉണ്ടാകാം. എന്നാൽ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയും ഭാഗ്യം തുണയ്ക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. അവരുടെ പ്രവർത്തിക്കാനുള്ള ഊർജ്ജസ്വലതയും ഔത്സുഖ്യവുമൊക്കെ വർദ്ധിക്കുന്നതായി കാണുന്നു. അതുകൊണ്ട് തന്നെ കർമ്മരംഗത്ത് ഏറ്റവും കൂടുതൽ അവർക്ക് ശോഭിക്കാൻ സാധിക്കുന്നു. പ്രത്യേകിച്ചും വരുമാനം വർദ്ധിക്കുന്ന കാര്യത്തിലും കർമ്മരംഗത്ത് ഏറ്റവും സജീവമായി നിൽക്കുന്ന കാര്യത്തിലും കർമ്മരംഗത്ത് നൂതനമായ ആശയങ്ങൾ ആവിഷ്കരിക്കുന്ന കാര്യത്തിലും ഈ ആഴ്ചയും നല്ല രീതിയിൽ തന്നെ പുരോഗമനപരമായ രീതിയിൽ തന്നെ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് പോകാൻ സാധിക്കുമെന്നാണ് കാണുന്നത്. പ്രത്യേകിച്ചും തടസ്സങ്ങൾ ഉണ്ടായിരുന്ന അവർക്ക് തടസ്സങ്ങളൊക്കെ മാറ്റാൻ സാധിക്കുന്നു. അതുപോലെ ഒരു കാരണവും കൂടാതെ ആശങ്കകളോടും ഭയത്തോടും ജീവിച്ചിരുന്ന മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ആ അവസ്ഥയ്ക്കൊരു മാറ്റം വരുന്നതായി കാണുന്നുണ്ട്. പൊതുവേ ഒരു മനസ്സിനൊരു സമാധാനം ലഭിക്കുന്ന ഒരവസ്ഥ വരുന്നു. ഒരുപക്ഷെ പ്രാർത്ഥന കൊണ്ടോ അല്ലെങ്കിൽ കൃത്യമായ മെഡിറ്റേഷൻ കൊണ്ടോ ഒക്കെ മനസ്സിന് കുറേ കൂടി ധൈര്യം വരുന്നതായി മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്
തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭാഗ്യം അവരെ കടാക്ഷിച്ചൊരവസ്ഥ കാണുന്നു. പണത്തിൻ്റെ രൂപത്തിലും അതുപോലെ തന്നെ ജോലി സംബന്ധമായ പുരോഗതിയുടെ കാര്യത്തിലും തങ്ങളുടെ മിടുക്ക്, കഴിവ് ഏറ്റവും നന്നായി തങ്ങളുടെ കർമ്മരംഗത്ത് പ്രയോഗിക്കുന്ന കാര്യത്തിലുമൊക്കെ തന്നെ ഒരു പൂർണ്ണത വരുന്നതായിട്ടാണ് കാണുന്നത്. അതൊക്കെ തന്നെയാണ് അവർക്കിപ്പോഴുള്ള ഭാഗ്യവും ഈശ്വരാധീനവും എന്ന് ചിന്തിക്കണം. യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്. പുതിയ ചില സങ്കേതങ്ങൾ, പുതിയ ചില ആശയങ്ങൾ ഒക്കെ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. കലാകാരന്മാരോ മറ്റു ബിസിനസ് പ്രവർത്തകരോ ആണെങ്കിലാണ് ഈ തരത്തിലുള്ള പുതിയ ആശയങ്ങളും പുതിയ ശ്രമങ്ങളുമൊക്കെ വിജയിക്കുക. ഇനി വെറും സാധാരണക്കാരനായ ജോലിക്കാരാണെങ്കിൽ കൂടി തങ്ങളുടെ ജോലിയിൽ ഏറ്റവും ആത്മാർത്ഥമായി കൃത്യതയോടുകൂടി ഇവർക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ശ്രദ്ധ, മേലധികാരികളുടെ പ്രത്യേക പ്രശംസ ഒക്കെ ഇവർക്ക് പിടിച്ചുപറ്റാൻ സാധിക്കുന്നു. ഉദരസംബന്ധമായ രോഗം മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഇവർക്ക് രോഗാതുരമായൊരവസ്ഥ കാണുന്നു. ആശുപത്രിയിൽ പണം ചിലവഴിക്കേണ്ടി വരുമെന്നും കാണുന്നുണ്ട്. അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ചിലർക്കെങ്കിലും, പ്രത്യേകിച്ച് സന്താനങ്ങളുടെ സ്ഥാനത്തുള്ളവർക്കോ, പ്രത്യേകിച്ചും പെൺ സന്താനത്തിന് രോഗാവസ്ഥയുണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഈ ആഴ്ചയിൽ മീനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 26, 27, 28, 29, 30 ദിവസങ്ങൾ താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. ശനിദേവന് പ്രത്യേകമായി പ്രാർത്ഥന നടത്തുക. ശനിയാഴ്ച ദിവസങ്ങളിൽ ഒന്നുകിൽ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നവഗ്രഹങ്ങളിൽ ശനീശ്വരനോ പൂജ ചെയ്യുക. നീരാഞ്ജനം കഴിപ്പിക്കുക. അതുപോലെ കറുത്ത പട്ടുവസ്ത്രം സമർപ്പിക്കുക, അല്ലെങ്കിൽ കടും നീല പട്ടുവസ്ത്രം സമർപ്പിക്കുക. കറുത്ത വസ്ത്രം അന്നത്തെ ദിവസം ഈ പറയുന്ന വ്യക്തികളും ധരിക്കുന്നത് വളരെ നല്ലതാണ്. കടും പായസം കഴിപ്പിക്കാം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, എള്ള് ദാനം ചെയ്യാം. കാക്കയ്ക്കിടത്തെ കൈ കൊണ്ട് എച്ചിൽ കൊടുക്കാം. തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. ഏറ്റവും കഷ്ടപ്പെടുന്ന വ്യക്തികളെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ ശ്രമിക്കുക. അഹങ്കാരമില്ലാതെ പ്രവർത്തിക്കുക. ഓം നമോ നാരായണായ എന്ന് ഭഗവാൻ വിഷ്ണുദേവനെ സ്മരിച്ചുകൊണ്ട് ജപിക്കുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വ്രതശുദ്ധി പാലിക്കുക. ബൃഹസ്പതിയെ ധ്യാനിക്കുക. മഞ്ഞപ്പട്ടു സമർപ്പിക്കുക. പാൽപ്പായസ നൈവേദ്യം, നെയ്വിളക്ക് കത്തിക്കൽ, ഇതൊക്കെ വളരെ ഗുണം ചെയ്യും വ്യാഴദോഷ പരിഹാരത്തിന്. നാഗദോഷ പരിഹാരത്തിന് ഓം നാഗായ നമ എന്ന് ജപിക്കാം. നാഗദൈവങ്ങളെ ആരാധിക്കാം. നാഗദൈവങ്ങൾക്ക് 100 പാലും നൽകാം. അതുപോലെ ഗണപതിയെ സ്തുതിക്കുക. ഓം ഗം ഗണപതയെ നമ എന്ന് ജപിക്കുക. ഗണപതിക്ക് കറുകമാല അർപ്പിക്കാം. നാളികേരം ഉടപ്പിക്കാം. അതുപോലെ ഉണ്ണിയപ്പം നിവേദ്യം ചെയ്യാം. എല്ലാം കേതുദോഷ പരിഹാരത്തിന് വളരെ ഉത്തമമാണ്. ഈ ആഴ്ച എല്ലാവർക്കും വളരെ ഐശ്വര്യ സമൃദ്ധമായ ദിവസങ്ങളാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.